ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമസോണിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 ബിസിനസ് ആശയങ്ങളെ കുറിച്ചാണ്. ആമസോൺ എന്നുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 ബിസിനസ് ആശയങ്ങളാണ്. ഇതിനകത്ത് ചില ബിസിനസ് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. ചില ബിസിനസ് ആശയങ്ങളിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. നിങ്ങൾ അതിനകത്ത് എഫേർട്ട് എടുക്കുന്ന രീതിയിലാണ് ഇതിനനുസരിച്ചുള്ള റവന്യൂ കിട്ടുക. സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളുണ്ട്, ഓൾറെഡി പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളുണ്ട്, ഓൾറെഡി ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളുണ്ട്. 5 വളരെ എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാറ്റഗറീസും ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 3-ാമത്തെ ആശയം 5-ാമത്തെ ആശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് വീഡിയോ ഉണ്ടെങ്കിൽ ആ ഒരു വേർഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ വിടാവുന്നതാണ്. ഒട്ടും താമസിക്കുന്നത്. വെൽക്കം ടു വീഡിയോയിലേക്ക് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ബിസിനസ് ആശയങ്ങൾ, ഇത്തരത്തിലുള്ള നല്ല നല്ല ബിസിനസ് ആശയങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു ആമസോൺ ബിസിനസ് ആശയമാണ്. അതിൻ്റെ പേര് ആമസോൺ ഫ്ലെക്സ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ആൾക്കാർക്ക് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇത് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, ഈ ഒരു സംഭവം ആമസോൺ ഫ്ലെക്സ്. ആമസോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയണ്ടേ, ആൾക്കാർക്ക് ഡെലിവറി വഴി ആമസോണിൻ്റെ ഡെലിവറി പാർട്ട്ണർ ആയിക്കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 120 മുതൽ 140 രൂപ വരെയാണ് ഇതിന് കോസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുള്ള സിറ്റിയിൽ ആമസോൺ ഫ്ലെക്സ് പ്രോഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ മാനുവൽ വർക്ക്, നിങ്ങൾ ക്ലറിക്കൽ ജോബ് ചെയ്യുന്നു, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 18 വയസ്സായിരിക്കണം ഒന്ന്. രണ്ടാമത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. മൂന്നാമത് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നിങ്ങൾക്കൊരു 2 വീലർ മാൻഡേറ്ററി ആയിട്ട് വേണം. ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം. ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പാസ് ചെയ്താലാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ flex.amazon.com കയറിയതിനു ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻവൈറ്റ് കിട്ടും. ആ ഇൻവൈറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ സ്ലോട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും ഇത്ര സ്ലോട്ടുകളാണ്. ഒരു ദിവസം ആവറേജ് 2 to 3 സ്ലോട്ട്സ് ആണ് കിട്ടുക. ഇതിനകത്ത് ആമസോൺ ഫ്ലെക്സ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റീസ് നോക്കുകയാണെങ്കിൽ കർണാടകത്തിൽ ബാംഗ്ലൂർ, ഹുബ്ലി, മാംഗ്ലൂർ, മണിപ്പാൽ, ബൽഗാമിലുണ്ട്, മൈസൂരിലുണ്ട്. തമിഴ്നാട് കോയമ്പത്തൂർ, ചെന്നൈ, മധുരൈ, സേലം, തിരുപ്പൂർ, തിരുച്ചിറപ്പള്ളി, വെല്ലൂർ ഉണ്ട്. കേരളത്തിൽ ആമസോൺ ഫ്ലെക്സ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കേരളത്തിൽ ആൾക്കാർക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചെന്നൈയിൽ ചെയ്യാൻ പറ്റും. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ ചെയ്യാൻ പറ്റും. അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഡെലിവറി വെച്ചിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇതാണ് നമ്മൾ 1-ാമത്തെ ആമസോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആമസോൺ അഫിലിയേറ്റ് ആണ്. എന്താണ് ആമസോൺ അഫിലിയേറ്റ് എന്ന് പറയാം. അതായത് നിങ്ങൾക്കറിയാം, ഒരുപാട് മില്യൺസ് ഓഫ് പ്രൊഡക്റ്റുകളാണ് ആമസോണിൽ ഓൾറെഡി ഉള്ളത്, അല്ലേ? അപ്പം ഈ മില്യൺസ് ഓഫ് പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. ഇതാണ് ആമസോൺ അഫിലിയേറ്റ് എന്ന് പറയുന്നത്. അപ്പം അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ്, 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, 2,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഓൾറെഡി ആമസോൺ അഫിലിയേറ്റ് എന്താണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. കൺസിഡർ, ഞാനിപ്പം ഈ ഒരു പുസ്തകം വാങ്ങിയെന്ന് വിചാരിച്ചു. ഈ പുസ്തകം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയെങ്കിൽ ഈ പുസ്തകത്തിന് 500 രൂപയാണ് വില എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പുസ്തകം വാങ്ങിയ ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുകയാണ്, നല്ല പുസ്തകമാണ്, ഇതിന് കുഴപ്പമില്ല, ഇതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ലിങ്ക് വഴി കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഇതേ പ്രൊഡക്റ്റോ ഇതിൻ്റെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ നിങ്ങൾക്ക് വരും. എന്തുകൊണ്ടാണ്? നിങ്ങളാണ് അവർ ആമസോണിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിലാണ് അതൊരു സെയിൽസ് ആയിട്ട് മാറുക. ചില പ്രൊഡക്റ്റുകൾക്ക് 4% ആയിരിക്കും, ചില പ്രൊഡക്റ്റുകൾക്ക് 10%, ചില പ്രൊഡക്റ്റുകൾക്ക് 13%, ചില പ്രൊഡക്റ്റുകൾക്ക് 6%. ഓരോ കാറ്റഗറിനനുസരിച്ചിട്ടും അതിൻ്റെ വേരിയേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അഫിലിയേറ്റ് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു സൂപ്പർ അവസരമാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫിലിയേറ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള എത്രത്തോളം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്രത്തോളം കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സെഗ്മെൻറ്റ്, നിങ്ങൾക്ക് ശരിക്കും റിയൽ
പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റ് ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ആമസോൺ സെല്ലിംഗ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റും ഭൂമിയിലുള്ള താഴെയുള്ള ലോകത്തുള്ള എന്ത് പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് GST ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്താ പറയണ്ടേ വാലിഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ഒരു മൊബൈൽ നമ്പർ ഉണ്ട്, ഒരു ഇമെയിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഒരു സെല്ല് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ തുണി വിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ക്ലോത്തിങ് ആക്സസറീസ് വിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഫാഷൻ ആക്സസറീസ് വിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ജ്വല്ലറീസ് വിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഫുഡ് ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ അവർ ഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് എടുത്ത് റീബ്രാൻഡ് ചെയ്തവർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് വിൽക്കാൻ പറ്റും. എന്തുകൊണ്ട് ആമസോൺ എന്ന് പറയാം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് സെർച്ച് എഞ്ചിനാണ് ആമസോൺ. ഈ പ്രൊഡക്റ്റ് സെർച്ച് എഞ്ചിൻ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഗൂഗിളിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും ഒക്കെ സെർച്ച് ചെയ്യുന്നത് പോലെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ആമസോണാണ്, ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ ഒരു വാല്യൂ കിട്ടും. അപ്പം ഈ ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിൽക്കാൻ ഉള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പം തന്നെ ആമസോണിലേക്ക് ലൈവ് ആക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ മുകളിലൊരു നമ്പർ ഉണ്ട്, ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലൈവ് ആക്കാൻ പറ്റും. അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് ഭയങ്കര ബൂമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാൻ കാരണം വളരെ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ, വളരെ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കൊരു സെല്ലർ ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസം ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ കമ്പൈൻഡ് ആയിട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ നടന്നത് 54,000 കോടി രൂപയുടെ ബിസിനസ്സാണ്. അതായത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടയർ 2 സിറ്റീസിലേക്കാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. ടയർ 1 സിറ്റീസ് ആയിരുന്നു മുമ്പ് ആദ്യം ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ഇതിനർത്ഥം? ആൾക്കാർ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഒരു വലിയൊരു ബിസിനസ് അവിടെ കെട്ടിപ്പടുക്കാം. അത് നിങ്ങൾക്ക് പാസീവായിട്ട് ചെയ്യാം, അതിനുശേഷം കുറച്ചും കൂടെ സെയിൽസ് കാര്യങ്ങൾ കിട്ടുമ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിനും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ഡെപ്തിന്, ഈ ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ആമസോണിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നേരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈ ടീം വിൽ ഹെൽപ്പ് യു. ഇനി നമ്മൾ 3 പറഞ്ഞു. ഇനി വേറൊരു 4-മത്തത് എനിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ പേരാണ് ആമസോൺ കരിഗർ. ഓക്കെ, എന്താണ് ഈ കരിഗർ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. എന്താണ് ഈ കരിഗർ? അതായത് ഹാൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ആർട്ടിസൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആമസോൺ കരിഗർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആർട്ടിസൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ജ്വല്ലറി, അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ഡിസൈൻസ്, ഡ്രസ്സസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരിക. ഇവിടെയുള്ള സാധാരണ ആമസോൺ ലിസ്റ്റിങ്ങും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ കരിഗർ വഴിയാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആമസോണിൻ്റെ ഫീസിൽ അപ് ടു 50% വരെ ഫ്ലാറ്റ് 50% ഓഫ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫീസ് വരുമല്ലോ. ആ ഫീസിൽ ഡയറക്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിൽ ഫ്ലാറ്റ് 50% വരെ ഓഫ് കിട്ടും. അത് മാത്രമല്ല ഈ പ്രോഗ്രാമിൽ വേറെയും കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റഫറൽ ഫീസ് സബ്സിഡൈസ് ആണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആമസോണിൻ്റെ വക കിട്ടും. മൂന്നാമത്തെ പറഞ്ഞാൽ അക്കൗണ്ട് മാനേജ്മെന്റ് സപ്പോർട്ട് കിട്ടും, ഇമേജിംഗ് കാറ്റലോഗ് സപ്പോർട്ട് കിട്ടും, അതേപോലെ തന്നെ കസ്റ്റമർ വിസിബിലിറ്റി കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഇതിനൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആമസോൺ കരിഗർ വഴി കിട്ടും. ഇതാണ് ഈ കരിഗറിൻ്റെ പ്രത്യേകത. ഈ കരിഗർ, അപ്പോൾ നിങ്ങൾ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, സാരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കരിഗറാണ്. ഇനി നമ്മൾ 5-മത്തെ ഓപ്ഷൻ പറയാണ്. 5-മത്തെ ഓപ്ഷൻ നമുക്ക് ആക്ച്വലി ടെക്നിക്കലി പ്രിന്റ് ഓൺ ഡിമാൻഡ് സെഗ്മെൻ്റ് ആണ് വരുന്നത്. ചില പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. ചില പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി സമയമാകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഓപ്ഷനും കൂടെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ്. പ്രിന്റ് ഓൺ ഡിമാൻഡ് എങ്ങനെയാണ് ആമസോണിൽ ചെയ്യാന്നുള്ളത് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു സൂപ്പർ ഓപ്ഷനാണ്. merch.amazon.com എന്നുള്ള സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മർച്ച് ഓൺ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം, നിങ്ങളുടെ ലോഗോ ഭയങ്കര സ്റ്റണ്ണിങ് ആണ്, നിങ്ങൾക്ക് ടീഷർട്ടിൻ്റെ മുകളിൽ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് വരക്കാനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ ആർട്ട് വർക്ക് അപ്ലോഡ് ചെയ്യുക, ഒരു ലിസ്റ്റ് പ്രൈസ്, ടീഷർട്ടിന് അതേപോലെ തന്നെ ബാഗിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രൈസ് സജസ്റ്റ് ചെയ്യുക. കസ്റ്റമർ ആ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഇത് പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പ്രൈസ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് കസ്റ്റമർക്ക് എത്തിക്കുകയും
എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നിങ്ങളുടെ റോയൽറ്റി മന്ത്ലി കിട്ടുകയും ചെയ്യും. ഇതാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ് സെഗ്മെന്റ്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആർട്ടിസ്റ്റുകൾക്കാണ്. നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ ടീഷർട്സിനും അതേപോലെ തന്നെ ബാഗിനും അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ഥലത്തുള്ള ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന US UK അങ്ങനെ സെഗ്മെന്റിലാണ്. .com ഇത് വർക്ക് ചെയ്യുന്നത്. merch.amazon.com പോയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലാൻഡിംഗ് പേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റ് കാണാൻ പറ്റും. ടീഷർട്സിനകത്ത് അതേപോലെ തന്നെ എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ സെഗ്മെന്റ് ഉള്ള ഹുഡീസ്, ക്യാപ്സ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്ക്, ഡിജിറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതിനാൽ 5 തരത്തിലുള്ള ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം പ്രിന്റ് ഓൺ ഡിമാൻഡിനെ കുറിച്ചാണ് അറിയണമെങ്കിൽ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് കമന്റ് ചെയ്യുക. ആമസോൺ സെല്ലിങ്ങിനെ കുറിച്ചാണെങ്കിൽ ആമസോൺ സെല്ലിംഗ് കമന്റ് ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ചാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമന്റ് ചെയ്യുക. ഇനി ഫ്ലെക്സിനെ കുറിച്ചാണെങ്കിൽ ഫ്ലെക്സ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ അതിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡ് ചെയ്യാം. ഈ 5 മെത്തേഡ്സ് ഇതിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഫോർ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു. നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി, ഐ ഹെൽപ്പ് യു. താങ്ക് യു സോ മച്ച്.